ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ടീന സനീഷ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സാമ്പാർ ഞാൻ എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയല്ലോ. വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2-3 ഐറ്റംസേ എടുത്തിട്ടുള്ളൂ. സാമ്പാർ ആദ്യം ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിൽ പരിപ്പും വെജിറ്റബിൾസും സോൾട്ടും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് ആദ്യം ഞാൻ വേവിക്കാൻ വെച്ചു. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ചതാണോ, പക്ഷേ ഇടയ്ക്ക് ഞാൻ തുറന്നു ഗൈസ്. കുക്കറിൻ്റെ വാഷറിന് എന്തോ കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ തുറന്നു വെച്ചാണിപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കുന്നത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാനൊന്ന് ചൂടാവട്ടെ. ഓയിൽ വെച്ചു. ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ കുക്കറിലങ്ങ് ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് താളിക്കും. അതാണ് ഞാൻ ചെയ്യാറ്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഗൈസ്. നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ വറ്റൽ മുളകും വെളുത്തുള്ളിയും പിന്നെ ഞാൻ സവാളയാണ് കൊത്തിയരിഞ്ഞത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല. ചെറിയുള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവേ. ടൊമാറ്റോ നന്നോട്ട് വഴറ്റിയെടുക്കണം. ടൊമാറ്റോ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇനി ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കായം, 4 ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം.